നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞ് എവിടെയാണെന്ന് തിരക്കി കണ്ടുപിടിച്ചിരിക്കണം. അതാ നിങ്ങളുടെ ഡ്യൂട്ടി. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും മാഡം. ശരി, ഓക്കെ, താങ്ക് യു മാഡം. ഇത് ഞാന് ചെമ്പകമംഗലത്ത് നിന്ന് സാവിത്രി. മനസ്സിലായി മേഡം. മേഡം പറയൂ. അതെ, നമ്മുടെ ബിസിനസ് ഡീല് ഒന്ന് സ്പീഡാക്കണം. എനിക്ക് ഫണ്ടിന് ആവശ്യമുണ്ട്. സ്പീഡാക്കാലോ മേഡം, എനിക്കെന്താ കുഴപ്പം? ഷൺമുഖൻ സാറിന് ഇനി ഇങ്ങോട്ട് വരുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. ആ ടെക്സ്റ്റൈൽ മുതലാളിയായിട്ടുള്ള വരവ് കാലക്കി. ഇനി ഏത് നിമിഷവും ഇവിടെ വരാം. കച്ചവടം ഉറപ്പിക്കാം. പാവ അമ്മ ഇതെല്ലാം വിശ്വസിച്ച് ബിസിനസിന് വേണ്ടി കാശെല്ലാം വാരി ചെലവാക്കുക. സ്വർണമാൽ കച്ചവടത്തിന് വേണ്ടി ഷൺമുഖൻ സാറ് പ്ലാൻ ചെയ്തൊരു തരികിടയാണ് ഈ ടെക്സ്റ്റൈൽ ബിസിനസ് എന്ന് അമ്മയ്ക്കറിയില്ലല്ലോ. അത് നമുക്ക് ശരിയാക്കാം. അതിനു മുമ്പ് എനിക്ക് ആ വാളൊന്ന് കാണണല്ലോ മേഡം. ആ അതെ, അമ്മയോട് ബിസിനസ് ഡീറ്റെയിൽസ് സംസാരിക്കാൻ വേണ്ടി ഒരു വരവ് കൂടി വരൂ. അപ്പൊ സ്വർണമാള് കാണാം. ഓക്കെ, ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഉടനെ തന്നെ എത്താം. അതെ, 100 കോടി മതിപ്പ് വില വരുന്ന വാള. വിലയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കരുത്. ആദ്യം വാളൊന്ന് ഞാൻ കാണട്ടെ. ശരി, വേഗം വരൂ. ശരി. ഇല്ലില്ല, ഞാൻ വന്നിട്ട് കുറച്ചു ദിവസമായി. ആ ചെറിയൊരു അത്യാവശ്യമായിട്ട് പോകുന്നതാ. ഈ സമയത്ത് ഇവിടുന്ന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ? ആ അതെ, അതെ. എന്തായാലും എനിക്ക് കൂടുതൽ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ, ബിസിനസ് ആവശ്യങ്ങളൊക്കെ ഒരുപാടില്ലേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഏട്ടൻ അങ്ങോട്ട് പോകും. അത് ശരി, അത് സാരമില്ലെന്നേ, നമുക്ക് കാണാം. എന്നെ വിളിച്ചാ മതി. ശരി ശരി. ആരത്? വീരനായകൻ വൈശാഖോ? നീ ഇതെവിടെയായിരുന്നു? ഇന്ദ്രേച്ചി അറിഞ്ഞിട്ടും വെറുതെ അറിയാത്ത പോലെ നടിക്കല്ലേ. ഞാനൊന്നും അറിഞ്ഞില്ലടാ. ഞാൻ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു, വെളുക്കുന്നത് വരെ ലോക്കപ്പിലും. അതാരോ പറയുന്ന കേട്ടു. പിന്നെ ഞാൻ ഇന്നലെ നല്ല തിരക്കിലായിരുന്നേ, അതുകൊണ്ട് വിശദമായിട്ടൊന്നും അന്വേഷിക്കാൻ മെനക്കെട്ടില്ല. വെളുക്കും വരെ ഞാൻ ആ ലോക്കപ്പിൽ കിടന്നിട്ടും ഒരുത്തം പോലും എന്നെ തിരക്കാനോ ജാമ്യത്തിലിറക്കാനോ വന്നില്ല. എടാ, ആർക്കും അതിനൊന്നും സമയമില്ല. വിലപ്പെട്ട സമയം ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കളയോ? ഓ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ചത്. അതെന്താ ഇന്ദ്രേച്ചി മറന്നുപോയോ? അയ്യോ, നീ എനിക്ക് വേണ്ടി എന്ത് നല്ല കാര്യം ചെയ്തു ഈ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഇന്ദ്രേച്ചി, ഞാൻ എന്റെ കാശ് മേടിച്ചോണ്ട് പോയി എന്നല്ലാതെ എനിക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം നീ ചെയ്തോ? ഇന്ദ്രേച്ചി, ഞാൻ പറയട്ടടാ. കൊറേ നാള് 100 കോടി മതിപ്പ് വിലയുള്ള മരതകവാള് കൊണ്ടുവരാന്നും പറഞ്ഞു നടന്നു. ഒടുവില് 10,000 രൂപ പോലും വിലയില്ലാത്ത ഒരു ചെമ്പ് വാള് കൊണ്ടുവന്ന് എന്നെ പറ്റിച്ചു. അത് ആ മൈതിൽ എനിക്ക് പണി തന്നതല്ലേ? അതൊക്കെ ഇന്ദ്രേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ? നീ അധികം വാചകം അടിക്കാതെ പോയി ആ കുഞ്ഞിനെ കൊണ്ടുവാടാ, എന്നിട്ട് സംസാരിക്കേ. ആ കുഞ്ഞിനെ തിരക്കി പോയപ്പോഴാ ഞാൻ ചെന്ന് പോലീസിന്റെ വായി പോയി പെട്ടത്. കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നീ തന്നെ രക്ഷപ്പെട്ടേക്കണം. കണ്ട പോലീസ് സ്റ്റേഷനൊന്നും കേറി ഇറങ്ങാനേ മാധവ മന്ദിരത്തിൽ ഇന്ദ്രജയെ കിട്ടില്ല. എനിക്ക് എന്റേതായ ഒരു അന്തസ്സുണ്ട്. ഓ, ഇപ്പൊ ഞാൻ മൊത്തത്തിൽ കുഴപ്പക്കാരനായി. നീ കുഴപ്പങ്ങളെ ചെയ്യൂ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ നിന്റെ കള്ളുകൂടി ഒന്ന് കൺട്രോൾ ചെയ്യേ. നീ അത് ചെയ്തില്ല. ഞാൻ ഇന്നലെ കള്ളൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു ഇന്ദ്രേച്ചി. നീ കള്ള് കുടിച്ചാലും ഇല്ലെങ്കിലും നീ കണ്ടവന്റെ കഴുത്തേ കയറും. അതാ നിന്റെ സ്വഭാവം. ഇന്ദ്രേച്ചി എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയോ? പിന്നെ ഞാൻ നിന്നെ എപ്പോഴും സ്തുതിച്ചോണ്ടിരിക്കണോ? നീ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കെല്ലാം നിന്റെ കൂടെ കൂട്ടു നിൽക്കണോ? ആ മൈതിലിയുടെ കയ്യിലാ കുഞ്ഞ്. ഞാൻ അവളെ തിരക്കി പോയത് തെറ്റെന്നാണോ ഇപ്പൊ ഇന്ദ്രേച്ചി പറയുന്നത്?
തെരുവിലിട്ട് പെണ്ണുങ്ങളെ ആക്രമിക്കാൻ നോക്കിയാലേ അതൊന്നും കേരളത്തിൽ നടപ്പാവില്ല. എടാ, കുഞ്ഞിനെ കണ്ടെത്താൻ ഇത്തരം നടപടികളൊന്നും അല്ല ചെയ്യേണ്ടത്. ഹാ, കുഞ്ഞിനെ എനിക്ക് കിട്ടില്ല എന്ന് കരുതിയല്ലേ ഇന്ദ്രേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? കുഞ്ഞിനെ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് മുഴക്കടാ ഇത്തരം വീരവാദങ്ങൾ. ഇന്ദ്രേച്ചി നോക്കിക്കോ, ആ കുഞ്ഞിനെ മൈഥിലിയുടെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ഇന്ദ്രേച്ചിക്ക് കൊണ്ടുതരും. ഇനി കുഞ്ഞിനെ എന്റെ കയ്യിൽ കിട്ടാൻ നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാ നിന്നെ ഇറക്കാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരാതിരുന്നത്. ആ ഇന്ദ്രേശി പറയേ. ആ, സഹിറ ഓഫീസിലാണോ? അല്ല, പുറത്താണ്. ആ, പിന്നെ ഞാൻ വിളിച്ചതേ മൈഥിലിയുടെ കുഞ്ഞിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാനാ. ഇതുവരെയൊന്നും അറിഞ്ഞിട്ടില്ല ഇന്ദ്രേശി. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിവരം പറയാം. ശരി സഹിറ. ശരി. ആ മൈഥിലി ഞാനും തമ്മിലുള്ള അംഗം പർദ്ദ കണ്ടായിരുന്നോ? കണ്ടു. അവള് വെറും ലോ ക്ലാസ്സാ. തറ. ഞാനേ മനഃപൂർവ്വം അവക്കിട്ട് വേല വെച്ചതാ. ചില മനുഷ്യരുടെ മുഖം കാണുമ്പോ തന്നെ നമുക്ക് തല്ലാൻ തോന്നും. ഇവളെ പക്ഷെ തല്ലാനല്ല, കൊല്ലാനാ തോന്നുന്നത്. എന്നാലും ഈ പർദ്ദ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ മാഡം, ഞാൻ ഏൽപ്പിച്ച ജോലി വല്ലതും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ അതിന്റെ അന്വേഷണത്തിലല്ലേ മാഡം. ആ കുഞ്ഞിനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം ആ മൈഥിലിൽ നിന്ന് കിട്ടിയോ? അതറിയാനാ ഞാൻ വിളിച്ചത്. അത് അന്വേഷിച്ചോണ്ടിരിക്കാം മാഡം. ശരിക്കുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും കിട്ടിയിട്ടില്ല. വഴക്കുണ്ടാക്കാനല്ലല്ലോ ഞാൻ നിങ്ങൾ അങ്ങോട്ട് വിട്ടത്. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞ് എവിടെയാണെന്ന് തിരക്കി കണ്ടുപിടിച്ചിരിക്കണം. അതാ നിങ്ങളുടെ ഡ്യൂട്ടി. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും മാഡം. ശരി. ഓക്കെ, താങ്ക് യു മാഡം. അവരുടെ വക അങ്ങനെ ഒരു ഫയറിംഗ്. എന്തിന്റെ അന്വേഷണത്തിന് വേണ്ടിയാ മാഡം ഇവിടെ വന്നിരിക്കുന്നത്? ചുമ്മാ അതിന് അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ? അവളെ ലോക ഉടായിപ്പ. ഇവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.